തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥിയോട് വീണ്ടും അധ്യാപികയുടെ ക്രൂരത. അച്ചടക്കത്തോടെ നടക്കാത്തതിന് കുട്ടിയുടെ വലതുകൈ തല്ലി ചതച്ചു. വെളപ്പിൽശാല ഗവൺമെന്റ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. ഇന്റർവെൽ സമയത്ത് കൈ പിന്നിൽ കെട്ടി അച്ചടക്കത്തോടെ നടക്കാത്തതിന് ഇംഗ്ലീഷ് അധ്യാപിക വടികൊണ്ട് ക്രൂരമായി തല്ലിയെന്നാണ് പരാതി. വൈകിട്ട് വീട്ടിലെത്തിയ കുട്ടിയുടെ കയ്യിൽ നീര് വച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ കാര്യം തിരക്കിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത്. ഡിസിപ്ലിൻ പാലിക്കാത്തതുകൊണ്ടാണ് കുഞ്ഞിനെ അടിച്ചത്. ഇപ്പോൾ ടീച്ചർ മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിൻ്റെ കൈക്കുഴയിൽ നല്ല രീതിക്ക് അടി പറ്റിയിട്ടുണ്ട്. 4:50 സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, അമ്മ എൻ്റെ കൈവേദന എടുക്കുന്നു. അമ്മനെന്ത് കൈവേദന എടുക്കുന്ന? നീരുണ്ടല്ലോ കയ്യിലെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയപ്പോൾ ആ നീരൊന്ന് കൂടിയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചർ അടിച്ചതാണ്, ഇംഗ്ലീഷ് ടീച്ചർ. അമ്മനെന്തിന്? അത് ഡിസിപ്ലിൻ പാലിക്കാത്തതുകൊണ്ട് അടിച്ചതാണെന്ന് പറഞ്ഞു. സ്കൂളിലെ അധ്യാപിക ജയ റോഷ്വിനെതിരെ പ്രിൻസിപ്പലിന് പരാതി നൽകിയെങ്കിലും ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. സ്കൂളിൽ സംസാരിച്ചപ്പം പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇതായിരുന്നു പെരുമാറിയത്. പക്ഷേ അതിൽ 2 സാറുമാർ എന്നോട് പറഞ്ഞ്, ബദ്രീനാഥിൻ്റെ അച്ഛൻ എന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പെയിൻറ്റിങ് ജോലിയാണ്. അപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഫിനാൻഷ്യലി എന്തെങ്കിലും സഹായിക്കാം. ഞാൻ പറഞ്ഞു, സാർ എന്തോന്ന് പറയണോ? അയ്യോ അങ്ങനെയല്ല, കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള ചിലവ്, അവൻ്റെ ചിലവ് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ നോക്കിക്കോളാം, ഇതൊരു ഒത്തുതീർപ്പായിട്ട് പോവാം. പിന്നെ ടീച്ചറിൻ്റെ ഭാഗത്ത് ജോലിയൊന്നും കളയല്, ടീച്ചറിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഭയങ്കര വിഷയമാവും, നിങ്ങളെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നു. സ്കൂൾ അധ്യാപികയ്ക്കെതിരെ വിളപ്പിൽശാല പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. പേരൂർക്കട സർക്കാർ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുട്ടി വിശ്രമത്തിലാണ്. 24 തിരുവനന്തപുരം.